നമ്മൾ കുറേ കാലം ഇ കൊമേഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ഇ കൊമേഴ്സ് നമ്മൾ ആമസോണിൽ പോകുന്നു, ഫ്ലിപ്കാർട്ടിൽ പോകുന്നു, സാധനം ഓർഡർ ചെയ്യുന്നു. ഇനി ഇ കൊമേഴ്സ് പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോട് കൂടിയുള്ള ഇ കൊമേഴ്സുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പിന്നെ നമ്മൾ VR ARനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറയുന്ന സാധനത്തിലേക്ക്. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കണ്ണട പോലത്തെ സാധനമുണ്ട്. അത് നമ്മൾ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിർച്വലായിട്ടുള്ള വേറൊരു ലോകത്തേക്ക് നമ്മൾ പോകും. നമ്മുടെ മുന്നിൽ വേറൊരു ലോകം തെളിഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതേപോലെ ചാറ്റ് ബോട്ടുകൾ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജെമിനി യൂസ് ചെയ്യുന്ന എത്ര ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? ChatGPT ഉപയോഗിച്ചുകൊണ്ട് ChatGPT ജെമിനിയൊക്കെ ഒരു നിത്യസംഭവമായി. ഇപ്പോൾ ഈ അടുത്ത് ജപ്പാനിൽ റീകുഡൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ജപ്പാനിലെ ലിറ്റററി അവാർഡ് കിട്ടി. കാരണം ആ കുട്ടി നല്ലൊരു നോവൽ എഴുതി. നോവലിൻ്റെ പേര് ടോക്കിയോ തോ ഡോജോത്തോ എന്നാണ് അതിൻ്റെ പേര്. അത് ടോക്കിയോയിലുള്ള ഒരു ജയിലിൻ്റെ കഥയാണ് അവർ എഴുതിയത്. അവർക്ക് ഏറ്റവും നല്ല ലിറ്റററി അവാർഡ് കിട്ടി. അപ്പോൾ ലിറ്റററി അവാർഡ് കൊടുത്ത് അവാർഡ് സ്വീകരിച്ച് നന്ദി പറയുമ്പം റീകുഡൻ പറഞ്ഞു, ഈ കഥ ഞാനൊറ്റയ്ക്ക് എഴുതിയതല്ല, ഈ കഥയുടെ ഒരു 30% ChatGPT എഴുതിയതാണെന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ പലരും ChatGPTയെ പിന്നെ അഭയം പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാണോ ഉപയോഗിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ജ്ഞാനമെങ്കിലും നിങ്ങൾ സാക്ഷരതയിലൂടെ നേടിയെടുക്കണം. മലയാളികൾ ഇനി AI സാക്ഷരരാകും. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം 1 മില്യൺ AI സൂപ്പർ സ്റ്റാറിൽ. രജിസ്റ്റർ നൗ.